ഹായ്, നമ്മൾ ഇന്ന് കുറച്ച് മിക്സഡ് ഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അത് ഇനി വരുന്ന മെയിൻ എക്സാമുകൾക്കൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഒന്ന് എടുക്കാന്ന് വെച്ചു. കാരണം ഇനിയിപ്പം RRB ക്ലർക്ക് മെയിനൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ മിക്കവാറും ഗ്രാഫ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ മിക്സഡ് ഗ്രാഫുകളായിരിക്കും കൂടുതൽ ചോദിക്കുന്നത് ഈ മെയിൻ എക്സാമിന്. മിക്സഡ് ഗ്രാഫ് എന്ന് വെച്ചാൽ വലിയ പേടിക്കാനൊന്നുമില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം നമ്മൾ ഗ്രാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സഡ് ഗ്രാഫ് കാണുമ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രാഫിൽ നിന്നൊക്കെ എടുക്കുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി അത്രയൊക്കെ വളരെ സിമ്പിളാണ് ഈ മിക്സഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. സാധാ ഗ്രാഫ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ കാണുമ്പോൾ രണ്ട് ഗ്രാഫൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ഡൗട്ടൊക്കെ വരും. ഒന്നുമില്ല, രണ്ട് ഗ്രാഫിലെയും കൂടി ഡേറ്റാസ് എടുത്ത് വെച്ച് വേണം ചെയ്യാൻ, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ പിന്നെ ഇതൊക്കെ അത്യാവശ്യം ക്ലർക്ക് ലെവലായതുകൊണ്ട് അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് എന്താ പറയുക, അതേ രീതിയിൽ തന്നെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ പെർസെൻറ്റേജ് ബ്രേക്കപ്പ് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദി റേഷ്യോ ഓഫ് മെൻ ടു വുമൺ ഇൻ ദം. അത് ഫസ്റ്റ് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു പൈച്ചാർട്ടാണ് പറഞ്ഞേക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് മൊത്തം എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 1800 ഉണ്ടായിരുന്നു. 1800 പേര് മൊത്തം ആ ഒരു ജോലിയിലുണ്ടായിരുന്നു. അതിൽ പല പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് കുറെ പേരുണ്ട്. അവരുടെ ഒരു പൈച്ചാർട്ട് തന്നേക്കാണ്. എന്നിട്ട് അത് പറയുന്നു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണിത് ഈ ബ്ലൂ കളർ. അത് എത്ര പേഴ്സൻറ്റേജ് ഉണ്ട്? ഒരു 17% ഉണ്ട് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ടോട്ടൽ നമ്പറിന്റെ 17% ആണ് അക്കൗണ്ട് നമ്പർ. അതുപോലെ തന്നെ ടോട്ടൽ നമ്പറിന്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് റെഡ് കളർ. ഈ റെഡ് കളർ നോക്കിയാൽ മതി. റെഡ് കളർ 28% ആണ്. അപ്പോൾ 28% ആയിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ 14% ആയിരിക്കും. IT ഡിപ്പാർട്ട്മെന്റ് 23% ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് 18% ആയിരിക്കും. അങ്ങനെ ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പൈ ചാർട്ടിൽ ക്വസ്റ്റ്യനൊക്കെ തരുന്നത്. എപ്പോഴും ഇങ്ങനെ പൈ ചാർട്ട് തന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും. അത് നോക്കിയിരുന്നാൽ മതി. ഇനി എന്താണ് ഈ പറയുന്നൊരു ഈ ടേബിൾ ഗ്രാഫിനകത്ത് പറയുന്നത്? രണ്ടാമത് പറയുന്നുണ്ട് ആൻഡ് ദി റേഷ്യോ ഓഫ് മെൻ ടു വുമൺ ഇൻ ദം. ഇത് ടോട്ടൽ നമ്പർ 1800 പറയുന്നുണ്ട്. ഈ 1800ലും കുറച്ച് മെന്നും കുറച്ച് വിമനും ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും. എങ്കിൽ അവിടെയുള്ള മെൻ വുമൺ റേഷ്യോ ആണ് ഈ തന്നേക്കുന്നത്. ചിലടത്ത് പെർസെന്റേജ് തരും, ചിലത്ത് റേഷ്യോ തരും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ട് മാറിത്തരും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓരോ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ട് അതിൽ എത്ര മെന്നുണ്ട് എത്ര വുമൺ ഉണ്ട്. 11:1. ടോട്ടൽ എത്ര ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ എത്ര പേരുണ്ടോ നോക്കുക. അതിൽ മൊത്തം 12 പേരുണ്ടെങ്കിൽ അതിൽ 11 പേര് മെന്നും ഒരാൾ വുമണും ആയിരിക്കും. ആ റേഷ്യോയിലായിരിക്കും എന്ത് അവിടുത്തെ മെൻ വുമൺ റേഷ്യോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതെനിക്ക് IT ആണെങ്കിലോ 5:4. മൊത്തം 9 പേരാണെന്ന് വെച്ചാൽ അതിൽ 5 പേര് മെൻ ആയിരിക്കും, 4 പേര് വുമൺ ആയിരിക്കും. ആ രീതിയിലായിരിക്കും ആ ടേബിൾ ഗ്രാഫ് വരുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മെൻ വർക്കിംഗ് ഇൻ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് തരാം. ഇത് വലിയ സ്ലൈഡ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വാട്ട് ഈസ് എ നമ്പർ ഓഫ് മെൻ വർക്കിംഗ് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മെൻ എത്രയാണെന്ന ചോദ്യം. നമുക്ക് ക്വസ്റ്റ്യനകത്ത് നിനക്ക് ഓപ്ഷനും ഉണ്ടാവും. നമുക്കത് കണ്ടുപിടിച്ചാൽ മതി. വേഗം കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള മെന്നിനെ കണ്ടുപിടിക്കണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേരുണ്ടെന്ന് നോക്കി. മാർക്കറ്റിംഗ് മൊത്തം 1800 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര പെർസെന്റ് ആയിരുന്നു? 18% ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? മൊത്തം 1800 ഉള്ളതിൽ 18% ആണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം ഉള്ളവർ. അതിൽ മെൻ എത്രയാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ മെന്നാണ് വേണ്ടത്. ടോട്ടലായിട്ട് ഇത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. മെന്നാണ് വേണ്ടെങ്കിൽ മെൻ എത്ര പേരായിരുന്നു അവിടെ? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 7 റേഷ്യോ ആണ് മെൻ. മൊത്തം എത്ര പേരുണ്ട്? 7 + 5 12 ആൾക്കാരുണ്ട്. മൊത്തം 12 പേരെടുത്താൽ അതിൽ 7 പേരായിരിക്കും മെൻ. എങ്കിൽ ഇവിടെ എത്രയായിരിക്കും? മൊത്തം 12 പേരുണ്ടെങ്കിൽ അതിൽ 7 പേരായിരിക്കും മെൻ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മെൻ ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കിട്ടും. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കുക. അതിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേരുണ്ടെന്ന് നോക്കുക. അങ്ങനെ നമ്മൾ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഉള്ള ആൾക്കാരെ കിട്ടും. അതിനെ മൊത്തം 12 ആയിട്ട് ഭാഗിച്ചാൽ അതിൽ 7 ഭാഗമായിരിക്കും എന്ത്? മെൻ. ഇനി വിമൻ ആണെങ്കിലോ 12 പേരിൽ 5 പേരായിരിക്കും വിമൻ. കാരണം 7 പേര് മെൻ ആണെങ്കിൽ 5 പേര് ആരായിരിക്കും? വിമൻ ആയിരിക്കും. ഇപ്പൊ ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇനി നോക്കിയേ, നമ്മൾ ചുമ്മാ മൾട്ടിപ്പിൾ ചെയ്ത് വെക്കരുത്. മാക്സിമം വെട്ടി കട്ട് ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതെന്താണ്? 12ഉം 18ഉം ഉണ്ട്. 6 × 3 ടൈംസ് 6 × 2 ടൈംസ്. ആ 2ഉം ഇതും വെട്ടിയാൽ അവിടെ എത്ര കിട്ടും? 9 കിട്ടും. 9 × 3 27 കിട്ടി. 27 × 7 27 × 7 ചെയ്ത ആൻസർ കിട്ടും. 7 7s are 49. 4 2 7s are 14 + 4 18. 189 പേരായിരിക്കും എന്ത്? ഓപ്ഷനിലുണ്ടോ? 118 ആൾക്കാരായിരിക്കും എന്ത്? അതിൽ മെൻ ആയിട്ടുള്ള ആൾക്കാർ. ഏത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ മെൻ.
മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് എത്ര മെൻ ഉണ്ടായി? 180 ആൾക്കാരുണ്ട്. അങ്ങനെ കിട്ടി. ടോട്ടൽ വാല്യൂവിന്റെ 18% എടുത്താൽ മാർക്കറ്റിംഗ് കിട്ടും. അതിന്റെ റേഷ്യോ ആണ് പിന്നെ വേണ്ട. മൊത്തം 12 എടുത്താൽ അതിൽ 7 പേരായിരിക്കും എന്ത്? മെൻ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇതുപോലുള്ള ഓരോ ക്വസ്റ്റിനും സോൾവ് ചെയ്യാൻ. കണ്ടോ, ഈ പൈ ചാർട്ടും ഈ ടേബിളും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യാൻ വേണ്ടി അധികം സമയമൊന്നും എടുക്കരുത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വേഗം നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വേഗം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയേ. സെയിം ചാർട്ട് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഓരോ സ്ലൈഡിലും ചാർട്ട് ഇടുന്നേ ഉള്ളൂ. നമുക്ക് എക്സാമിന് ഒരൊറ്റ ഫിഗർ തരുള്ളൂ. എന്നിട്ട് ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5 തരും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഓരോ ക്വസ്റ്റിനകത്ത് എന്ത് തരുന്നു? ഈ ചാർട്ട് ഇട്ടുന്നേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ നമ്പർ ഓഫ് മെൻ വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഫ്രം വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തായിരുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ടോട്ടൽ ആൾക്കാരിലെ എത്ര പെർസെന്റേജ് ആണെന്ന ചോദ്യം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടെ ഇടാം. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് മെൻ വർക്കിംഗ് ഇൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് വേണ്ടുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെന്നിനെയാണ് നമുക്ക് ആവശ്യം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെൻ എന്ന് പറഞ്ഞാൽ അത് വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ നമുക്ക് കുറച്ച് പേർക്ക് ഈ വാട്ട് പെർസെന്റേജ് ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് ഡൗട്ട് വരും. ഈ വാട്ട് പെർസെന്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന എന്താണോ അത് ആദ്യം പറഞ്ഞതിന്റെ അടിയിലും കിട്ടാതെ ഓഫ് കഴിഞ്ഞ് ആരാണോ വരുന്നത് അവരെ ഈ ആദ്യം പറഞ്ഞവരെ താഴെയും എഴുതിയിട്ട് ഇൻറ്റു 100 എഴുതിയാൽ ആൻസർ ആയി. അപ്പം വാട്ട് പെർസെന്റേജ് ഓഫ് നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ടോട്ടൽ ആൾക്കാർ ഇൻറ്റു 100 ഇത് നമുക്ക് ആൻസർ കിട്ടും. എന്തായിരുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന ചോദ്യം സോൾവ് ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം നമുക്ക് എന്താണെന്ന്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേരുണ്ടായിരുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ റെഡ് കളറിലെ 28% ഓഫ് 1800. 28% ഓഫ് 1800 എന്ന് വെച്ചാൽ 18 ഇൻറ്റു 28 ചെയ്താൽ മതി. കാരണം 2 0 ക്യാൻസൽ ആയിപ്പോ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതാം. അതായത് 18,000 ഇൻറ്റു 28/100. 28%. ഈ 2 0 ക്യാൻസൽ ആയിപ്പോ. ഇൻറ്റു ഇനി നമുക്ക് അതിനകത്ത് എന്താ വേണ്ട? മെന്നിന്റെ ആൾക്കാരിലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെന്നിനെയാണ് നമുക്ക് ആവശ്യം ആദ്യം. അപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്രയായിരുന്നു? 1800 28% ആയിരുന്നു. ഇനി അടുത്ത മെൻ എടുക്കണമെങ്കിൽ നമ്മൾ ആ റേഷ്യോയിലേക്ക് പോകണം. റേഷ്യോ എത്രയായിരുന്നു? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ റേഷ്യോ മൊത്തം 12 പേരുണ്ടെങ്കിൽ അതിൽ 11 പേരും ആരായിരിക്കും? മെൻ ആയിരിക്കും. എങ്കിൽ നമുക്കത് നോക്കാം. മൊത്തം 12 പേരുണ്ടെങ്കിൽ അതിൽ 11 പേരും ആരായിരിക്കും? മെൻ ആയിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം ബൈ ടോട്ടൽ അല്ലേ വേണ്ടത്? 1800 ഇൻറ്റു 28/100 ഇൻറ്റു 11/12 നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്പർ ഓഫ് മെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് എന്താണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ ടോട്ടൽ വാല്യൂ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 1800 ഇൻറ്റു 28/100 അല്ലേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തെഴുതുന്നത്. നിങ്ങൾ എക്സാമിന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഒരിക്കലും ചെയ്യുക പോലും ചെയ്യരുത്. ഡയറക്റ്റ് റേഷ്യോയിൽ ആൻസർ കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി തരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ 11/12 അല്ലേ മെൻ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇത് നോക്കിയേ, ഈ 2 വാല്യൂ സെയിം അല്ലേ? ഇൻറ്റു 100. ഇതിവിടെ പെർസെന്റേജ് ഇൻറ്റു 100 മാത്രം മതിയല്ലോ. എങ്കിൽ നമ്മൾ ആകെ ചെയ്യാനുള്ളത് എന്താണ്? 11/12 ഇൻറ്റു 100 മാത്രം ചെയ്താൽ മതി അല്ലേ. ബാക്കി നിങ്ങൾ ചുമ്മാ ഇൻഡിവിജ്വലായിട്ട് ഇത് ചെയ്യാനൊന്നും നിൽക്കരുത്. കാരണം എന്താ? ഈ 2 ടൈമും കോമൺ ആയതുകൊണ്ട് 2 ടൈമും എന്താ ക്യാൻസൽ ആയി പോകും. ആകെ നമുക്ക് ചെയ്യേണ്ടത് 11 ഇൻറ്റു 100/12 ആണ്. ഈ 100/12 എന്താ? നമ്മൾ സാധാരണ മറ്റേ ഈ ഫ്രാക്ഷൻ വാല്യൂ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് 100/6ന്റെ വാല്യൂന്റെ പകുതിയാണ്. 100/6 എത്രയാ? 100/3 എത്രയാ? 33.33. അപ്പൊ 100/6 എത്രയായിരിക്കും? 33.33ന്റെ പകുതി 16.66. എങ്കിൽ അതിന്റെയും പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? /12 കിട്ടും. അതായത് എത്ര കിട്ടും? 8.33. ഈ 2 വാല്യൂ എടുത്താൽ 8.33 കിട്ടും. 8.33 ഇൻറ്റു 11. 8.33 ഇൻറ്റു 11 ചെയ്താൽ എത്ര കിട്ടും? ഏതൊരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ 11 ഇൻറ്റു 8.33 ചെയ്യാനായിട്ട് 8 ഇൻറ്റു 11 ആദ്യം ചെയ്യും. 8 ഇൻറ്റു 11 നമുക്കറിയാം എത്രയാ? 88 കിട്ടും. പിന്നെ 0.33 ഇൻറ്റു 11. ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ നമ്പർ 2 തവണ എഴുതി കൂട്ടിയാൽ മതി. 33. പിന്നെ അടിയിലേക്ക് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഒരു സ്റ്റെപ്പ് മാറ്റിയിട്ട് ആഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 363. അപ്പോൾ 0.33 ആയിട്ട് 3.33 കിട്ടും. അപ്പോൾ ഇതിന് ആൻസർ എത്ര കിട്ടും? ടോട്ടൽ വാല്യൂ എന്ന് വെച്ചാൽ 0.33 ഇൻറ്റു 11 അല്ലേ. ഒരു സ്ഥലം മാറ്റി കുത്തിയിട്ട് 88 പ്ലസ് 3.63. ആൻസർ എത്ര കിട്ടും? 91.63 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ആൻസർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്കി 91.67 ഉണ്ട്. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അതിൻ്റെ ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഉറപ്പായിട്ട് ആൻസർ എത്രയായിരിക്കും? 91.67 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അതെങ്ങനെ ചെയ്യേണ്ടത്? ഇത് ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതുക പോലും ചെയ്യരുത്. എപ്പോഴെങ്കിലും നമുക്കൊരു ഗ്രാഫ് ക്വസ്റ്റിനകത്ത്
നമുക്ക് ഈ പറഞ്ഞ വാല്യൂ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കും. ജസ്റ്റ് ഇതങ്ങ് എടുത്താൽ മതി, അടുത്ത ക്വസ്റ്റിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെന്നും ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് മെന്നിന്റെ പെർസെൻറ്റേജ് മാത്രം എടുത്താൽ മതി. എത്രയാണ് മെൻ മറ്റേ ടേബിളിനകത്ത് ഇരുന്നത് അതിന്റെ പെർസെൻറ്റേജ് മാത്രം, ആ വുമൺ ടു മെന്നിന്റെ വാല്യൂ മാത്രം എടുത്തങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി പോലും സമയം കളയരുത്. ഇങ്ങനെ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയൊക്കെ സമയം നമുക്ക് എവിടെയൊക്കെ നമുക്ക് സമയം ലാഭിക്കുക എന്നുള്ളത്. വെറുതെ ഇങ്ങനെ എടുത്ത് എഴുതി ഇത് ചെയ്യുകയും ചെയ്യരുത് ഒരിക്കലും. കാരണം ഇങ്ങനെ എഴുതേണ്ട കാര്യം പോലും ഇല്ല, അത് രണ്ടും കട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ. വാട്ട് ഈസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ വർക്കിംഗ് ഇൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഇപ്പം പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായിരുന്നു? ഈ പറയുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്നും അതേ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ ആൾക്കാരും തമ്മിലുള്ള എന്താണ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ മെന്നും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ വാല്യൂ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് നോക്കിയിട്ട് തന്നെ ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ ഏതാന്ന് പറയാൻ പറ്റുമോ? ഇത് നോക്കിയാൽ തന്നെ നമ്മൾ ജസ്റ്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ മതി. 2ഉം 7ഉം അല്ലെങ്കിൽ 2/7 2/9 ആയിരിക്കും വാല്യൂ വരുന്നത്. ഉറപ്പായിട്ടും അതിന്റെ റേഷ്യോ വരേണ്ടത് എന്തായിരിക്കും? 9:2 അല്ലെങ്കിൽ 2:9. 2:9 ആദ്യം വരുന്നത്, മെന്നല്ലേ ആദ്യം വന്നത്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടാൻ 2:7 ചിലപ്പോൾ ഓപ്ഷനിൽ കാണും. അതല്ല ആവശ്യം, നമുക്ക് മെന്നും ബൈ ടോട്ടലാണ് വേണ്ടത്. ടോട്ടൽ 2/9. ഉറപ്പായിട്ട് ഈ 2/9 ആയിരിക്കും നമുക്ക് എന്തായിട്ട് കിട്ടേണ്ടത്? ആൻസർ ആയിട്ട്. അത്രയും എളുപ്പമാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ, വാട്ട് ഈസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ വർക്കിംഗ് ഇൻ, നമ്മൾ അതിന്റെ ഉടനെ നോക്കും ടോട്ടൽ വാല്യൂ 1800 ആണ്. അതിനകത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റെഡ് ആണ്, 28%. 8ന്റെ 28% എടുക്കണം. പിന്നെ അതിന്റെ മെൻ എടുക്കണമെങ്കിൽ അതിനകത്ത് വന്നിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സോറി ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചത്. അക്കൗണ്ട് ആകുമ്പോൾ എത്രയാ? 17%. 18,000 17% എടുക്കണം. എന്നിട്ട് അതിന്റെ 9/2 അതായത് 2/9 എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ മെന്റെ വാല്യൂ കിട്ടുന്നത്. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നു, ബൈ ടോട്ടൽ വാല്യൂ എടുക്കുന്നു. 18,000 17%. എങ്കിൽ അതിന്റെ റേഷ്യോ എത്രയെന്ന് കണ്ടുപിടിക്കുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നും അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം നമ്മൾ ഈ കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റെപ്പ് വായിച്ചിട്ട് എടുത്ത് എഴുതാൻ നോക്കും. അതാണ് തെറ്റ് പറ്റുന്നത്. ചുമ്മാ ജസ്റ്റ് ഫുള്ളൊന്ന് വായിക്കുക. എന്താണ് ഇവിടെ ആവശ്യം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെന്നും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്നും ടോട്ടൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള റേഷ്യോ വേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ മെന്നിന്റെ റേഷ്യോ എത്രയാണ്? 2 ആണ്. അവിടുത്തെ ടോട്ടൽ വാല്യൂ എത്രയാണ്? 2 + 7 9 ആണ്. എങ്കിൽ ഉറപ്പായിട്ടും 2:9 ആയിരിക്കും എന്ത് അതിന്റെ ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും സിമ്പിൾ ആണ്. ജസ്റ്റ് 2:9 ഈ ടേബിൾ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അത്ര എളുപ്പത്തിലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പൊ ആ രീതി നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ നോക്കിയേക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. കാരണം ഇനി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാലും ജസ്റ്റ് ഗ്രാഫ് നോക്കി തന്നെ കുത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. കാരണം നമ്മൾ ചെയ്താണെന്ത് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിഫിക്കൽട്ട് ആക്കുന്നത്. ചോദിക്കുക ഇങ്ങനെ നോക്കി എഴുതാൻ വേണ്ടി അത്രയും സിമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അത് 1-2 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കണ്ട് പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിതിന്റെ 4th ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ഈസ് എ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വുമൺ വർക്കിംഗ് ഇൻ HR ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്? സെയിം കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ പക്ഷേ വേണ്ടത് വുമണിന്റെ വാല്യൂ ആണ് വേണ്ടത്. എന്തായിരുന്നു? വാട്ട് ഈസ് എ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് വുമൺ വർക്കിംഗ് ഇൻ HR ഡിപ്പാർട്ട്മെന്റ്? HR ഡിപ്പാർട്ട്മെന്റിലെ വുമൺ എത്രയായിരുന്നു? 3/4 ആണ്. എന്നുവെച്ചാൽ മൊത്തം 4 പേരുണ്ടെങ്കിൽ അതിൽ 3 പേർ. എന്നിട്ട് പറയുന്നത് ഓർഗനൈസേഷൻ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഉറപ്പായിട്ട് ഇതിന്റെ റേഷ്യോ എത്രയായിരിക്കും? 3:4 ആയിരിക്കും. ഓപ്ഷൻ എവിടെയെങ്കിലും 3:4 ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് കുത്താം. ഈ വേറെ ഒന്നും ചെയ്യേണ്ട. ടോട്ടൽ നമ്പർ ഓഫ് വുമൺ കണ്ടുപിടിക്കേണ്ട, ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ടതിനകത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ റേഷ്യോ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫ്രാക്ഷൻ വെച്ച് തന്നെ നമുക്ക് അതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ വുമൺ ആൻഡ് ടോട്ടൽ വാല്യൂ എത്ര കിട്ടും? 3:4 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ചുമ്മാ ജസ്റ്റ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം ഈ ക്ലർക്ക് ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാം ഒരുവിധം എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഇതാ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ഗ്രാഫിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ചോദിച്ചത്. ദ നമ്പർ ഓഫ് വുമൺ വർക്കിംഗ് ഇൻ IT ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ ഫ്രം ആൾ ദി ഡിപ്പാർട്ട്മെന്റ്സ് ടുഗദർ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ദ നമ്പർ ഓഫ് വുമൺ വർക്കിംഗ് ഇൻ IT ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ IT ഡിപ്പാർട്ട്മെന്റ് നോക്കാം. IT ഡിപ്പാർട്ട്മെന്റ് എന്താ? ഈ വയലറ്റ് കളറല്ലേ? 23% ഓഫ് 1800% ഇടാം. അതിൽ എന്താ നമ്പർ ഓഫ് വുമൺ അല്ലേ ചോദിച്ചേക്കുന്നത്? ഐ.ടിയിലെ വുമൺ എത്രയാ? 4/9 അല്ലേ? ഇൻറ്റു 4/9 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഐ.ടിയിലെ വുമൺ കിട്ടും. എന്നിട്ട് പറയാണ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെന്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദാറ്റ് ഓർഗനൈസേഷൻ ഫ്രം ആൾ ദി ഡിപ്പാർട്ട്മെന്റ് ടുഗദർ? എല്ലാ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നിട്ട് എത്രയാ? 1800 അല്ലേ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇത് എത്ര കിട്ടുമെന്ന് നോക്കി. ഇവിടെ നമുക്ക് നോക്കാൻ വേറെ ഒന്നുമില്ല. ഇതിന്റെ പെർസെന്റേജ് ചോദിച്ചേക്കുന്നത് ഒരു ഇൻറ്റു 100 കൂടി ഉണ്ട്. എന്നുവെച്ചാൽ ബൈ ടോട്ടൽ നമ്പർ ചോദിച്ചാൽ ടോട്ടൽ നമ്പർ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്തായിരുന്നു? 1800 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ 1800 ഈ 1800 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്ര ഉണ്ട്? ഈ ഒരു 4/9 ഉണ്ട്. ഈ 100 4 ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 25 കിട്ടും. ബാക്കി നോക്കി ഈ 25 ഈ 100 ക്യാൻസൽ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ബാക്കി എത്രയേ ഉള്ളൂ? ഒരു 23 × 4/9 മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതായിരിക്കും നമ്മുടെ എന്ത് ഫൈനൽ ആൻസർ. നമ്മൾ ഇതേ കണക്ക് വെട്ടി തന്നെ ചെയ്താൽ അത്രയും എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും. എന്തായിരുന്നു? ഇവിടെ 23 കട്ട് ചെയ്യാനുണ്ട്, ന്യൂമറേറ്ററിൽ ഒരു 4 കട്ട് ചെയ്യാനുണ്ട്, ഡിനോമിനേറ്റർ എന്തുണ്ട്? ഒരു 9 കട്ട് ചെയ്യാനുണ്ട്. അത് 3 4 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്രോക്സിമേറ്റ്ലി ഇത് എത്ര പെർസെന്റേജ് നോക്കിയാൽ മതി. എങ്കിൽ 23 × 4 എത്ര കിട്ടും? 3 4 12 കിട്ടും. റിമൈൻഡർ 1 4 2 10 92/9 കിട്ടും. 92/9 അപ്രോക്സിമേറ്റ് എത്ര പെർസെന്റേജാ? 9ന്റെ 10 ടൈംസ് അല്ലേ 90. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇത് എത്ര പെർസെന്റ് ആയിരിക്കും? 10% ആയിരിക്കും. കാരണം 10 9s are 90 അല്ലേ? അപ്പോൾ 92/9 അപ്രോക്സിമേറ്റ്ലി നമുക്ക് വേണ്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ? അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റ് ആയിരിക്കും? ഒരു 10% ആയിരിക്കും നിയർലി വരും. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വലുതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ അത്ര കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. വെട്ടി ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും എളുപ്പം വരെ ചെയ്യാവോ ആ രീതിയിലൊക്കെ ചെയ്തങ്ങ് ആൻസറിലേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് അടുത്ത കുറച്ച് ദിവസമായിട്ട് വീണ്ടും കാണാൻ. ശരിയെങ്കിൽ പോയി.